വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം പേരിലെടുത്ത ഒരു സിം കാർഡ് കോഴഞ്ചേരി സ്വദേശിയായ സാജു ആൻ്റണിയെ എത്തിച്ചത് ഒമാനിലെ ജയിലിലാണ്. ഒരിക്കൽ പോലും വാട്സപ്പ് ഉപയോഗിച്ചിട്ടില്ലാത്ത ആ നമ്പർ ഉപയോഗിച്ച് മറ്റാരോ നടത്തിയ ഇൻഷുറൻസ് തട്ടിപ്പിൻ്റെ ഇരയായി മാറിയത് ഈ പ്രവാസിയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് സാജു ആൻ്റണിക്ക് ആ കോൾ വരുമ്പോൾ മുന്നിലുള്ള ദുരന്തത്തിൻ്റെ ആഴം എത്രയുണ്ടെന്ന് അറിയുമായിരുന്നില്ല. വർഷങ്ങളായി ഒമാനിൽ പ്രവാസിയായിരുന്ന സാജു ഇത്തരമൊരു ചതിക്കുഴിയിൽ അകപ്പെടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. സ്വന്തം വ്യവസായ സ്ഥാപനത്തിൽ ഇൻ്റർനെറ്റ് ഉപയോഗത്തിനായി എടുത്ത സിം കാർഡാണ് തിരുവല്ല കോഴഞ്ചേരി സ്വദേശി സാജു ആൻ്റണിക്ക് ജയിൽവാസം ഉൾപ്പെടെയുള്ള ദുരിതം സമ്മാനിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന സിം കാർഡ് ഉപയോഗം നിർത്തിയെങ്കിലും സ്വന്തം പേരിലുള്ള രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സാജു വിട്ടുപോയിരുന്നു. സാജു വാട്സപ്പ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടില്ലാത്ത ആ നമ്പർ ഉപയോഗിച്ച് തട്ടിപ്പുകാർ വ്യാജ വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടാക്കുകയും പലരിൽ നിന്നായി ഇൻഷുറൻസ് സേവനം വാഗ്ദാനം ചെയ്ത് പണം വാങ്ങുകയും ചെയ്തു. പണം കൊടുത്തവർ സേവനം ലഭിക്കാതെ വന്നതോടെ ഒമാൻ പോലീസിൽ പരാതി നൽകി. സിം കാർഡ് സാജുവിൻ്റെ പേരിലായതിനാൽ പോലീസ് നേരെ എത്തിയത് സാജുവിനടുത്തേക്ക്. ഒന്നിന് പിറകെ ഒന്നായി കേസുകൾ. ഞാൻ ഒരു വർഷം മുമ്പേ ഒരു സിം എടുക്കുകയും ആ ഫോൺ ഇൻ്റർനെറ്റ് യൂസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഓഫീസിലേക്ക് എടുത്തതാണ്. അതൊരു മാസം യൂസ് ചെയ്ത ശേഷം ഞാനത് ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി. പക്ഷേ ആ സിമ്മ് വെച്ച് വേറൊരാൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആൾക്കാരെ ചീറ്റ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയാണെന്ന് പറഞ്ഞ് ആൾക്കാരുടെ നിന്ന് പണം സമ്പാദിക്കുകയും ആൾക്കാരെ ചീറ്റ് ചെയ്യുകയും ചെയ്തു. തനിക്ക് യാതൊരു പങ്കുമില്ലാത്ത കേസിലാണ് കുടുങ്ങിയതെന്നും പ്രസ്തുത നമ്പറിൽ താൻ ഇതുവരെ വാട്സപ്പ് ഉപയോഗിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിയോട് പറഞ്ഞെങ്കിലും രക്ഷയുണ്ടായിരുന്നില്ല. സൈബർ കുറ്റകൃത്യങ്ങളിൽ നമ്പർ ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ആദ്യത്തെ നിർണായക തെളിവ്. നിയമ നടപടികൾ നീണ്ടതോടെ സാജുവും കുടുംബവും വലിയ മാനസിക സാമ്പത്തിക പ്രതിസന്ധിയിലായി. പിന്നീട് ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സമാന പരാതികൾ വന്നു തുടങ്ങിയതോടെ വിവിധ സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. സാജുവിന് കുരുക്ക് മുറുകിക്കൊണ്ടേയിരുന്നു. താൻ നേരിട്ട് ബന്ധപ്പെടാത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം കസ്റ്റഡിയിലും ജയിലിലും കഴിയേണ്ടി വന്നു. 16 കേസോളം എൻ്റെ പേരിൽ വന്നു. അതിനുശേഷം ഞാൻ ഏകദേശം 18 ദിവസത്തോളം ജയിൽവാസവും സാമ്പത്തിക നഷ്ടവും മനോവിഷമവും ഒക്കെ ഉണ്ടായി. ഇത് പിന്നീട് കേസെല്ലാം വെച്ച് ഞാൻ വെളിയിലിറങ്ങുകയും ഇതുപോലെ സിമ്മ് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ക്യാൻസൽ ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാകും. സാമൂഹിക പ്രവർത്തനായ ഡോക്ടർ സജീവ് തുപ്പാൻ വിഷയത്തിൽ ഇടപെടുകയും അധികൃതരുമായി ബന്ധപ്പെട്ട് കേസിന് വേഗത്തിൽ പരിഹാരം കണ്ടെത്താൻ മുന്നിട്ടിറങ്ങുകയുമായിരുന്നു. ആരോപിക്ക് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. തട്ടിപ്പിനിരയായവരെ നേരിട്ട് വിളിച്ച് കേസ് പിൻവലിക്കുന്ന അടക്കമുള്ള നടപടികൾ കൈക്കൊണ്ടു. ഒടുവിൽ ദിവസങ്ങൾ നീണ്ട ജയിൽവാസത്തിന് ശേഷം സാജുവിന് പുറത്തിറങ്ങാനായി. കേസുകൾ ഒന്നിനു പിറകെ ഒന്നായി രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ കൃത്യസമയത്ത് നടത്തിയ ഇടപെടലാണ് മോചനത്തിന് വഴിവെച്ചത്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഒരു സിമ്മ് അദ്ദേഹം പിന്നീട് ഉപയോഗിക്കാതിരിക്കുകയും അത് കാലം കഴിഞ്ഞപ്പോഴേക്കും വേറെ ആരോ അത് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന വളരെ വിദഗ്ധരായിട്ടുള്ള ഇതിനകത്ത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർ ആരോ ഒരാൾ ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ വലക്കടിയിൽ വീണുകൊണ്ട് ധാരാളം ആളുകൾ പൈസ അയച്ചു കൊടുക്കുകയും ആ പൈസ ഒന്നും ഇൻഷുറൻസ് നടത്തി കിട്ടാതെ വന്നപ്പോഴേക്കും ആളുകൾ കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ നമ്മുടെ ഈ കാർഡ് ഉടമയെ അല്ലെങ്കിൽ സിം കാർഡിന്റെ ഉടമയെ കണ്ടെത്തി പോലീസ് വിളിച്ച് അന്വേഷിച്ചപ്പോഴേക്കുമാണ് പറയുന്നത് അദ്ദേഹമാണ് ഈ കാർഡിന്റെ ഉടമ ആയതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് അതിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു നിയമ പ്രശ്നം വന്നു. പ്രവാസികൾക്കിടയിൽ മൊബൈൽ സിം കാർഡുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമപരമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ആവശ്യമാണെന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം കേസുകൾ. പുതിയ സിം കാർഡ് എടുക്കുമ്പോഴും പഴയ സിം മറ്റൊരാൾക്ക് നൽകുമ്പോഴും നമ്പറിൻ്റെ ഉപയോഗം അവസാനിപ്പിക്കുമ്പോഴും ആവശ്യമായ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കണം. നമ്മുടെ പേരിൽ നേരത്തെ ഉണ്ടായിരുന്ന സിം കാർഡ് നിലവിൽ ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ സിം കാർഡ് പ്രൊവൈഡറുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേരിലെ രജിസ്ട്രേഷൻ നിർബന്ധമായും റദ്ദാക്കണം. സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡ് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ നൽകുമ്പോഴും ശ്രദ്ധ പുലർത്തണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പല ആളുകളും ഫ്രീ സിം ആണല്ലോ എന്ന് കണക്കൂട്ടി സിം എടുക്കും, എന്നിട്ട് അതിന്റെ ബാലൻസ് തീർന്നു കഴിയുമ്പോഴേക്കും പിന്നീട് അത് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ നമ്മളത് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വിട്ടുകളയും. അപ്പോൾ ഇനി ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രീ സിം ആണെങ്കിൽ പോലും കൂടി നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ഒരു സിം എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.
നമ്മൾ ഉപയോഗിക്കുന്നില്ലാത്ത സിം ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രസ്തുത പ്രൊവൈഡറുടെ അല്ലെങ്കിൽ ആ കമ്പനിയിൽ പോയി നമ്മുടെ പേരിൽ നിന്ന് അത് ക്യാൻസൽ ചെയ്ത് അതിന്റെ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സിം കാർഡ് മറ്റൊരാൾ കൈമാറുന്നതിന് മുമ്പ് അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ വിവരങ്ങളും ഉപയോഗത്തിന്റെ ആവശ്യകതയും ഉറപ്പാക്കുന്നത് പ്രധാനമാണ്. സ്വന്തം പേരിലുള്ള നമ്പർ മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കണം. സൈബർ ക്രൈം ഉൾപ്പെടെയുള്ള വിവിധ നിയമ നടപടികൾ, മൊബൈൽ നമ്പറുകൾ, സിം കാർഡ് രജിസ്ട്രേഷൻ വിവരങ്ങൾ, ഡിജിറ്റൽ ഇടപാടുകൾ തുടങ്ങിയവ അന്വേഷണത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുള്ളതിനാൽ മൊബൈൽ കണക്ഷന്റെ കാര്യത്തിൽ പ്രവാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിം കാർഡുകൾ ആരൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നത് അനാവശ്യമായ നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് ഈ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.